ഹായ്. എത്ര തിരക്കാണെങ്കിലും ഇന്ന് അല്പസമയം എൻ്റെ ചെടികൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചു കേട്ടോ. അതായത് ചട്ടികളെല്ലാം നാശമായിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെടിയൊക്കെ ഇങ്ങനെ വളർന്ന് അതിൻ്റെ ഇലകളൊക്കെ ഒത്തിരി ഇലകളൊക്കെ ആയിട്ട് വൃത്തിയില്ലാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ചട്ടിക്കൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റിൽ നമ്മൾ ഈ ചട്ടിയുടെ ഇലകളൊക്കെ വെട്ടി മാറ്റി ചട്ടിയെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. അതിന് ശേഷം വേണം പെയിൻ്റ് അടിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ ഇലകളൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തുരുതുരാ നിന്ന് കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കാൻ പ്രയാസമാണ്. പിന്നെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഭംഗി കിട്ടണമെങ്കിൽ ഇത് നന്നായി വെട്ടി മാറ്റി നല്ല വൃത്തിയാക്കി ചട്ടി കയറ്റി വെച്ചതിന് ശേഷം വേണം നമ്മൾ പെയിൻ്റ് അടിക്കാനായിട്ട്. ഇപ്പോൾ ഈ ഇലകളൊക്കെ വെട്ടി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടിക്ക് ഒന്നും കൂടി നല്ല ഗ്രോത്ത് കിട്ടും. പിന്നെ എല്ലാ ചെടികളും ഞാൻ താഴെ ഇറക്കി വെച്ച് വെട്ടി മാറ്റിയതിന് ശേഷം മുകളിലേക്ക് വെച്ചിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ. അല്ലാത്ത പക്ഷം നമുക്ക് ഉയരത്ത് നിൽക്കുമ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് താഴെ വെച്ച് ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് മേലേക്ക് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ചെടിയെ സംരക്ഷിച്ച് പോരാറ്. ഈ ബോഗൻവില്ലയൊക്കെ ഒരു 8, 10, 12 വർഷം വരെ പഴക്കമുള്ളതുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ വെട്ടി മാറ്റുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ ചെറുതായിട്ട് പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും. ചെറുതായിട്ടല്ല, നന്നായിട്ട് തന്നെ പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു ബോൺസായി പോലെയാവും. അല്ലാതെ നമ്മൾ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി അങ്ങ് വളർന്നു പോകും. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. ഇതിൽ വ്യത്യസ്തമായിട്ട് പലരും ചെയ്യുന്നുണ്ടാവാം. ഒത്തിരി ചെടികളൊക്കെ വളർത്തുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ബോഗൻവില്ലയൊക്കെ നല്ല ട്രെൻഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി പേരത് നല്ല ബോൺസായി പോലെ വളർത്തി അതേപോലെ ഒരേ ചെടിയിൽ തന്നെ ഒത്തിരി കളേഴ്സൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. സമയക്കുറവ്, അറിവ് കുറവൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചെടികളെ ഭംഗിയായി വെക്കുക, നമ്മുടെ മതിൽ, ചട്ടി ഇതെല്ലാം ഭംഗിയായി സൂക്ഷിക്കുക, അതാണ് എൻ്റെ ഇന്നത്തെ ഒരു പരിപാടി. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ചെടികളൊക്കെ വൃത്തിയായി വെട്ടി മാറ്റി അതൊക്കെ മതിലിലേക്ക് തന്നെ കയറ്റി വെച്ചതിന് ശേഷമാണ് നമുക്ക് പെയിൻ്റ് അടിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ പെയിൻറ്റിനായിട്ട് നമ്മൾ കടയിൽ പറഞ്ഞാൽ അവർ ചട്ടിക്ക് അടിക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് തരും. അതല്ലാത്ത പക്ഷം നമ്മൾ ഈ കട്ടയ്ക്ക് അടിക്കുന്ന പെയിൻറ്റ് നമുക്ക് വെള്ളം ചേർത്ത് അങ്ങനെയും ബ്രഷ് ചെയ്തെടുക്കാം. ആളെ വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ആളെയൊന്നും വെച്ചില്ല, ഞാൻ സ്വയം ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചട്ടിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു സുഖമാണ്. നമ്മൾ സ്വന്തമല്ലേ ചെയ്തത്. അപ്പോൾ അത് കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ. ഇതൊരു വർഷത്തിലൊരു പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഈ വേനൽക്കാലം വരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് പെയിൻ്റ് അടിച്ച് വെച്ചാൽ പിന്നെ നമുക്കൊരു വർഷം വരെ ചട്ടിയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഈ ബ്ലാക്ക് കളറുള്ളതൊക്കെ പ്ലാസ്റ്റിക് ചട്ടികളാണ്. മറ്റേ റെഡ് കളർ ഇരിക്കുന്നതൊക്കെ മൺചട്ടികളാണ്. അപ്പം ഞാൻ കളറ് ഒരേപോലെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഈ മൺചട്ടിയുടെ അതേ കളർ തന്നെ ഈ പ്ലാസ്റ്റിക് ചട്ടി ബ്ലാക്കിനും അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുമ്പോൾ ഒരേ കളറായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാം. എനിക്കും ഏട്ടനും ഈ ജോലിയൊക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്, നല്ല താല്പര്യമാണ്. അല്പം സമയം വേണം, അത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു കുറവുണ്ട്. അത് ഞങ്ങൾക്കൊരു പ്രശ്നമാണ്. മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇത് വലിയ താല്പര്യമാണ്. ഇപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഏട്ടൻ നിൽക്കും. ഏട്ടൻ നല്ല വൃത്തിയായിട്ട് തേച്ച് പോകും കേട്ടോ പെയിൻറ്റ്. ഞാനാണെങ്കിൽ അല്പം സ്പീഡൊക്കെ കൂട്ടി കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇതേ അടുത്ത ആൾ, ഇദ്ദേഹം ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. നന്നായിട്ട് കട്ട വിരിക്കും, കട്ട പെയിൻറ്റ് ചെയ്യും, മുറ്റത്തൊക്കെ പുല്ല് വിരിക്കും. ഇങ്ങനെ കലാപരമായിട്ട് കുറേ കഴിവുകളുണ്ട്. തേപ്പൊക്കെ അറിയാം, ടൈൽസിൻ്റെ വർക്കറിയാം. അപ്പോൾ നമ്മുടെ ചട്ടിയുടെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാം പെയിൻറ്റിങ് കഴിഞ്ഞ് എല്ലാം കയറ്റി വെച്ചു. പൂക്കളൊക്കെ നല്ല ഇനി അടുത്ത വർഷം ചെയ്താൽ മതി. ഇതൊക്കെ ഈ തെച്ചിയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കണം. ഇതൊക്കെ ഒരു കമ്പി വെച്ച് കെട്ടി കൊടുക്കണം ഇനി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്തു പോണേ. ബൈ.